അത്തം 10 പൊന്നോണം 2025. This program is brought to you by D-Bros Exhibitions and Events, Dubai, UAE. Happy Land Presents, powered by Vibis Collections, Sharjah, UAE. Co-powered by St. Mary's Group of Institutions. Co-presents Nila Catchers. അത്തം 10 പൊന്നോണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. തിരുവോണത്തിലേക്ക് എത്തുന്ന 7-ാം നാൾ, മൂലം ദിനം. ഓണം വരാൻ ഒരു മൂലം വേണം. ഓണ ആഘോഷങ്ങൾക്കെല്ലാം തിരികൊളുത്തുന്ന 7-ാം ദിവസം. നാടും നഗരവും ഓണത്തപ്പനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വേമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിലാണ്. എല്ലാവരും ഓണത്തപ്പനെ വരവേൽക്കാനായി ഓണ ആഘോഷങ്ങളും ആരവങ്ങളുമായി എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹാപ്പി ലാൻഡിൻ്റെ ജീവനക്കാരും ഓണത്തപ്പനെ വരവേൽക്കാൻ റെഡിയായിരിക്കുകയാണ്. നമുക്കിനി ഓണത്തോടനുബന്ധിച്ചുള്ള വഞ്ചിപ്പാട്ട് പാടാനായിട്ടാണ് തരുണിയും മണികളായിട്ട് ഇവരോട് എല്ലാവരും റെഡിയായിട്ട് മൈക്കൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്നത്. 10 പേരുണ്ട് ഹാപ്പി ലാൻഡിലെ ജീവനക്കാർ. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 4 ദിവസത്തെ പ്രാക്ടീസിന് ശേഷമാണ് അവരിപ്പോൾ ഓണ പ്രോഗ്രാമിന് റെഡി ആയിട്ട് പാടാൻ നിൽക്കുന്നത്. താളത്തിലുള്ള വഞ്ചിപ്പാട്ട് പാടുകയല്ലേ? അടിച്ചു പൊളിക്കല്ലേ? തുടങ്ങാം. റെഡി?
വഞ്ചിപ്പാട്ടൊക്കെ പാടി തകർത്ത് നിൽക്കുകയാണ് ടീം. ഇതൊരു മത്സര ഇനം അല്ലാത്തത് കൊണ്ട് തന്നെ ഫുൾ സ്പിരിറ്റ് ആയിരുന്നു ഇവർക്ക്. ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. നല്ല താളത്തിൽ അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾ എൻജോയ് ചെയ്തോ പാടിയതിൽ? അപ്പോൾ നിങ്ങൾ ഈ 4 ദിവസത്തെ പ്രാക്ടീസിൻ്റെ ഒരു ബലം കണ്ടു അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താ? അടുത്തത് മ്യൂസിക്കൽ ചെയർ. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടന്നാലോ? ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഓണവിശേഷങ്ങളുമായി ഞാൻ സുകന്യ ജയറാം. ഇന്നത്തെ ഓണവിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറേ പരിപാടികളുണ്ട്, കുറേ മത്സരങ്ങളുണ്ട്, കുറേ വാശിയേറിയ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ കാണാനായി ഞാൻ നാളെ വീണ്ടും വരും. എല്ലാവർക്കും ഓണാശംസകൾ. വിബീസ് കളക്ഷൻസ് ഓണക്കോടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കോടികൾ വാങ്ങിക്കാനും കൊടുക്കാനും നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആ സന്തോഷത്തിന് മാറ്റുകൂട്ടുവാണ് നമ്മൾ ഇന്ന് വിലയിരുത്തിയിരിക്കുന്നത് ഷാർജ അബു ഷഗറിലെ വിബീസ് കളക്ഷനിലേക്കാണ്. നല്ല ആക്സസറീസിന്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ലതായിട്ടുണ്ട്, നല്ല കോംബോ. ഇതൊക്കെ ഇങ്ങനെ പ്രൈസ് റേഞ്ച് എത്ര വരും? ഇതെല്ലാം ഒരു 35-40 ഡിഫറെന്റ് റേഞ്ചിലുണ്ട് നമുക്ക്. എന്നാലും വലിയ ഭയങ്കര എക്സ്പെൻസീവ് റേഞ്ചിലോട്ട് പോകില്ല. വലിയ എക്സ്പെൻസീവ് റേഞ്ച് അല്ല. ഏതെങ്കിലും ഒന്ന് ഇതിന് പറ്റിയോ എന്തെങ്കിലും ഒന്ന് സൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണിക്കാം. ഇത് 2 പെയർ ചെയ്തിടാണ്. ഇതിന്റെ ഒരു റേറ്റ് വരുമ്പോ 52 വരും ഫുൾ സെറ്റ് ഇൻക്ലൂഡിങ് ഇയറിംഗ്സ്. ഹെവിയാണ്, ഹെവിയാണ്. നമ്മുടെ ഫെസ്റ്റിവൽ കളക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് നമ്മള് ബാംഗിൾസോ അങ്ങനെ എന്തെങ്കിലും മാച്ച് ബാംഗിൾസ് ഉണ്ടോ? ബാംഗിൾസ് എന്റെ അടുത്ത് ഇപ്പോ കറന്റ്ലി നമ്മളിപ്പോ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ലോട്ടസ് ബാംഗിൾസ് ആണ്. ലോട്ടസ് ചെയിനിന്റെ ട്രെൻഡ്. അപ്പൊ അതിന്റെ ബാംഗിൾസ്, അതിന്റെ ഒരു സെറ്റും ഒരു 30-33 ആ റേഞ്ചിൽ പ്രൈസ് ചെയ്തിട്ടാണ്. അങ്ങനെ ആ ബാംഗിൾസ് കൂടെ നമുക്ക് കാണിക്കാം അല്ലേ? ഇത് ലോട്ടസ്. ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ചെയിൻ ആരെങ്കിലും വേണമെങ്കിൽ ഓടി വന്നോളൂ കേട്ടോ. അടിപൊളിയാണ്. എത്ര ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് 30 തന്നെ. പക്ഷെ നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ഭംഗിയുടെ. എല്ലാ പേൾസ് വന്നുകൊണ്ടാണ് നമുക്ക് അല്ലാത്ത ലോട്ടസ് ചെയിൻ കളേഴ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ ആദ്യം മഞ്ജു വാര്യർ മറ്റേ പിങ്കില്, അത് കഴിഞ്ഞ് പിന്നെ എല്ലാ കളറിലും വന്നു. നേവി ബ്ലൂ, അവൈലബിൾ ആണ്. നമ്മുടെ അടുത്ത് ഒരു 4 കളർ വരെ ഉണ്ട്. നേവി ബ്ലൂ, പിന്നെ ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ഷെയ്ഡ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല ആക്സസറീസിന് നമ്മള് നല്ല കളക്ഷൻസ് ഉണ്ട്. സൂപ്പറാണ്. അപ്പൊ നമുക്ക് ഇവിടെ സാരി എടുക്കാൻ വന്ന ആക്സസറീസും നമുക്ക് ഇവിടെ തന്നെ ചൂസ് ചെയ്യാം. എവിടെയും പോകേണ്ട ആവശ്യമില്ല. എല്ലാ മലയാളികൾക്കും പറക്കാട്ട് ജുവൽസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൊന്നും ചിങ്ങമാസത്തിലെ ഈ പൊന്നോണം സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായിരിക്കട്ടെ. ഏവർക്കും ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വാട്ടർ തീം ആൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ഉയർന്ന വിജയശതമാനവും ഉന്നത നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങളും ഒരുക്കി കൊല്ലം ജില്ലാ അതിർത്തിയായ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വിവിധ കോഴ്സുകളിലായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ട്രെയിനിംഗ്, സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യങ്ങളോടെ BSc BBA കോഴ്സുകളിൽ അഡ്മിഷൻ നേടാം. ഏറെ ജോലി സാധ്യതയുള്ള BSc ഫോറൻസിക് സയൻസ്, BSc ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, BSc കാർഡിയാക് ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BSc Radiography and Imaging Technology, BSc Operation Theatre and Anesthesia Technology, BSc Optometry, BSc Medical Lab Technology,
BSc നഴ്സിംഗ് അഡ്മിഷൻ നേടാം. ഉടൻ വിളിക്കൂ. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ചെങ്കോട്ട, തമിഴ്നാടു. ഫോൺ 04633 233 222. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് കണ്ടോ, റെഡ് നാഗപടത്തിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം റെഡ് നാഗപടം, പാലയ്ക്ക, അതിൻ്റെ തന്നെ ജിമുക്ക ഒക്കെ ആയിട്ട് വരുന്നത് കണ്ടോ. നല്ല ക്യൂട്ടായിട്ട് കൊട പോലെ നിൽക്കുന്ന ജിമുക്ക, അങ്ങനെ വന്നിരിക്കുന്ന പാറ്റേണാണ്. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച ജിമുക്ക പോലെ തന്നെ ഇതുണ്ടോ, നമ്മൾക്ക് ഗ്രീൻ കളറിലും അതേപോലെ തന്നെയുള്ള ജിമുക്ക വരുന്നുണ്ട്. കണ്ടോ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. ഇനി ജിമുക്ക വരുന്നു. അതേപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ച സിമ്പിളായിട്ടുള്ള ഒരു കൊമ്പിൻ്റെ നെക്ലേസ് ആയിരുന്നു. ഇത് കണ്ടോ, ചോക്കറായിട്ട് ഇടാവുന്ന. ഇതിൽ സ്റ്റോൺസ് ഒന്നും വരുന്നില്ല. ഇതിൽ സ്റ്റോൺ വരുന്ന പാറ്റേണും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, നല്ല ക്വാളിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് റിയൽ ഗോൾഡിൽ ചെയ്യുന്ന അതേ ഗോൾഡ് സ്മിത്ത് വർക്കേഴ്സ് ചെയ്യുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ്. ഇനി നമ്മൾക്ക് ബ്ലൂ കാണിച്ചില്ല എന്ന് പറയണ്ട. അപ്പോൾ അതേ ബ്ലൂ കളറിൽ വരുന്ന പാലയ്ക്ക, ഇതിനകത്ത് മാംഗോ ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഒരു മയിൽ പെൻഡൻറ്റ്, നമ്മുടെ യൂത്തിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പെൻഡൻ്റായിട്ട് പിന്നെ വേറൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന പാലയ്ക്ക വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട്, ഇനി അത് ട്രെൻഡി ആയിട്ട് റെഡ് കളർ സ്റ്റോണും സൈഡിൽ വെച്ചിട്ട് വരുന്നതും ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള കമ്മലുകളും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ടോ, നമുക്ക് നാഗപടത്തിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് മോഡൽ വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്ന സ്റ്റഡ്സ് ഉണ്ട്. പിന്നെ ഇനി ഡബിൾ സൈഡ് വർക്ക് വന്നിട്ടുള്ള മാംഗോ ഷേപ്പിൽ വന്നിരിക്കുന്ന പന്ന വർക്കൊക്കെ ചെയ്തിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ നിറയെ കല്ലുകൾ വെച്ചിട്ടുള്ള പാലയ്ക്ക നാഗപടത്തിൻ്റെ ഒരു സ്റ്റഡാണ് ഇതിൽ കാണുന്നത്. പിന്നെ പാലക്കയുടെ തന്നെ കൊമ്പ് ഷേപ്പ് വരുന്നുണ്ട്, പാലക്ക ഷേപ്പുണ്ട്. പിന്നെ അതിന് തന്നെ ചേരുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന നിറയെ കല്ലുകൾ വന്നിട്ടുള്ള ഒരു റിങ് ഉണ്ട്. പിന്നെ അല്പം ദേവി രൂപമൊക്കെ വെച്ചിട്ട് ട്രഡീഷണൽ കൺസെപ്റ്റിൽ വന്നിരിക്കുന്ന നാഗപടം റിങ്. ഇനി തീർന്നിട്ടില്ല, നമുക്ക് കുറച്ച് ബാംഗിൾസും കൂടി ഒന്ന് പരിചയപ്പെടണ്ടേ. കണ്ടോ, ബാംഗിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ബാംഗിൾ എന്ന് പറയുമ്പോൾ കാശ് വെച്ചിട്ടുള്ള പാലക്കയുടെ വർക്ക് വരുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള നാഗപടത്തിൻ്റെ വർക്ക്. പിന്നെ ബ്ലൂ കളറിൽ തന്നെ നമുക്ക് വെറൈറ്റി മോഡൽസ് ഉണ്ട്. ഫിറോസി ബ്ലൂ വരുന്നുണ്ട്. ഇനി അല്പം കരിനീല കളർ എന്ന് പറയില്ലേ, ആ കളറിൽ വരുന്നുണ്ട്. ഇനി കരിനീല കളർ മാത്രമല്ല, ബ്ലാക്ക് പാലക്കയും വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് പാലക്കയിൽ പിന്നെ ഡബിൾ സൈഡുള്ള നാഗപടത്തിൽ തന്നെ ഇത് 4 സൈഡ് വരുന്ന രീതിയിൽ. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് വെറൈറ്റി മോഡൽ, മാംഗോ മോഡൽ. പിന്നെ ട്രഡീഷണൽ പാലക്ക, ഇതാണ് ട്രഡീഷണൽ പാലക്ക വരുന്നത്. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിനകത്ത്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കിടക്കുന്നുണ്ട്. ഈ കിടക്കുന്ന ഒക്കെ ഡിഫറെൻറ്റ് മോഡൽസാണ് വരുന്നത്. അതായത് കണ്ടില്ലേ, നാഗപടത്തിൻ്റെയൊക്കെ റെഡ് കളറിൽ വരുന്നു, കൊമ്പ് ഷേപ്പിൽ വരുന്നു. ഇനി അതെല്ലാ ഷേപ്പുകളും ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇനിയിപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഓണത്തിനുള്ള നമ്മുടെ കോസ്റ്റ്യൂം എടുത്തു, എന്നാൽ ഇനി എന്താ പറയുക, ജ്വല്ലറി ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ വന്നോളൂ. പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് എത്തുക. ഇപ്പോൾ ഈ ഫോട്ടോസും ഇതേപോലുള്ള പുതിയ കളക്ഷൻസും എല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള, എറണാകുളം ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലോ മറ്റ് ഏത് ഷോറൂമിലാണെങ്കിലും നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഒരു തവണയെങ്കിലും സന്ദർശിക്കുക, നമ്മളുടെ ഫിനിഷ് കാര്യങ്ങളെല്ലാം നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് പറക്കാട്ട് ജുവൽസിൻ്റെ പുതിയ സ്പെഷ്യൽ അടിപൊളി വെറൈറ്റി പാലക്ക നാഗപടം കളക്ഷൻസ്? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ നേരിട്ട് കാണുന്നതിനും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് പർച്ചേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പറക്കാട്ട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂമിൽ ഡെഫിനറ്റായിട്ട് വരിക. കൂടാതെ
നമ്മളുടെ പ്രൈസും മറ്റു കാര്യങ്ങളും എല്ലാം അറിയുന്നതിനും വേണ്ടിയിട്ട് പറക്കാട് ജുവൽസിൻ്റെ വെബ്സൈറ്റ് പരിശോധിക്കുക. കൂടുതൽ സോഷ്യൽ മീഡിയ അപ്ഡേഷൻസിനായി പറക്കാട് ജുവൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദു മോഹൻ, ഡയറക്ടർ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെങ്കോട്ട. ഏവർക്കും ഈ വർഷത്തെ സെൻറ്റ് മേരീസ് ക്യാമ്പസ് ഓണത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഈ തമിഴ് മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ സെൻറ്റ് മേരീസിൻ്റെ ഓണം നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ജാതി മത ഭാഷാഭേദമന്യേ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പല വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളുടെ ഒരുമിച്ചുള്ള ഒരു ആഘോഷം തന്നെയാണ് ഈ സെൻറ്റ് മേരീസിൻ്റെ പ്രത്യേകത തന്നെ. ഈ ആഘോഷങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ ക്യാമ്പസിൻ്റെ സ്വന്തം അമരക്കാരനായ ഇതിൻ്റെ ചെയർമാനാണ്. ഈ കുട്ടികളുടെ എല്ലാം ചെയർമാൻ ബോയ്. ഈ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളുമാണ് സെൻറ്റ് മേരീസിൻ്റെ വിജയം തന്നെ. തുടക്കം മുതലേ സെൻറ്റ് മേരീസിൻ്റെ കൂടെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ വർഷത്തെ ഓണാഘോഷത്തിനേക്കാളും ഈ വർഷം ചില പ്രത്യേകതകളുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഒരു തീരുമാനത്തിൽ തന്നെ അവർ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണ് ഇന്നത്തെ ഈ ക്യാമ്പസ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണക്കുടവയുടുത്തില്ലേ ഊഞ്ഞാലാടണ്ടേ ഓലക്കുട വേണ്ടേ ചാന്തും വച്ചില്ലേ ചാഞ്ചക്കം കളിയാടണ്ടേ ചെമ്മേ ചെമ്പട്ടിൻ ചെലിയുലാവണ്ടേ. നമ്മുടെ സെന്റ് മേരീസ് ക്യാമ്പസ് ഓണത്തിലെ അടുത്ത കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് തിരുവാതിരകളി കോമ്പറ്റീഷൻ ആണ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് വെൽക്കം ചെയ്താലോ. ലെറ്റ്സ് വെൽക്കം ഫസ്റ്റ് ഇയർ AHS ഓൺ ദി സ്റ്റേജ്. അടുത്തതായി നമുക്ക് വെൽക്കം ചെയ്യാം സെക്കൻഡ് ഇയർ AHS ഓൺ ദി സ്റ്റേജ്.
കൈതൊഴാം കൃഷ്ണ കൈതൊഴാം കൈതൊഴാം കൃഷ്ണ കൈതൊഴാം കൈതവ ഗോപാലകനാൻ ചെയ്തൊരു ദൂരിത ശാന്തി കരളിലാശു കരുതിടുന്നു നിന്നുടെ ചരണസേവ വരണമെന്നെനിക്കുക കൈതൊഴാം കൃഷ്ണ കൈതൊഴാം ശംഖവെടിഞ്ഞു സഭ നടുവിൽ മംഗമാരെ നിങ്ങൾ വന്നിടുകിൽ കങ്കണജാലം മീനുങ്ങവെ ചെങ്കയിൽ നാളം പിടിച്ചു നിരങ്കുശിലം ഗുരുപാദം പങ്കജമൂലം നീനച്ചുന്നം രാഗത്തോട് മേളത്തോട് സംഗീത ലീലകൾ പൂലത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം നല്ല മേളത്തിൽ കുമ്മിയടിച്ചിടണം. ഞങ്ങൾ ഒരു ഫ്ലാഷ് മോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്ലാഷ് മോബ് കോമ്പറ്റീഷനിലോട്ട് കയറിയാലോ? വെൽക്കം സെക്കൻഡ് ഇയർ AHS ഓൺ ദ സ്റ്റേജ്. തലയിളക്കി മുടിയാട്ടി ഉയിരെ പാടൂ നമ്മളെ നല്ല പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ പതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പട്ടണ് നിറ പറയറതിറയട്ടെ തന്തിര തന്താരോ. ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. മൂട് മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസം മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് ഓണം മൂട് ഏത് മൂട് മൂട് ഏത് മൂട് പൂക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സദ്യ മൂട് ഏത് മൂട് പായസം മൂട് ഏത് മൂട് പപ്പടം മൂട് ഏത് മൂട് സെന്റ് മേരീസ് ക്യാമ്പസ് ഓണത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നെങ്കിലും ഒരു പിടി നല്ല വിഭവങ്ങളുമായി ഞങ്ങൾ നാളെയും ഇതേ സമയത്ത് എത്തുന്നതായിരിക്കും. അപ്പൊ കാണാൻ മറക്കരുത്.
പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. നിള കാറ്റേഴ്സ് ഒരുക്കുന്നു ഓണസദ്യ ഗിഫ്റ്റ് ബോക്സ്. പായസമടക്കം 25ഓളം വിഭവങ്ങളടങ്ങിയ ഓണസദ്യ ഇപ്പോൾ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം. ഈ നാക്കിലയിൽ കരിമേളം ഇരുപുലിയാണീ ജീവിതം, അതിലുപ്പാ വേണം സ്നേഹം. നില നിറയുമ്പോൾ ഇല നിറയാനീ നിലയുടെ മായാജാലം, ഈ നിലയുടെ മായാജാലം. രുചികരമായ ഓണസദ്യ ഗിഫ്റ്റ് ബോക്സിനായി ഇപ്പോൾ തന്നെ വിളിച്ച് ഓർഡർ ചെയ്യൂ. നിള നിറയും പോലെ ഇല നിറയട്ടെ. ഏവർക്കും നിളയുടെ ഓണാശംസകൾ. അടുത്തറിയാം എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അടുത്തറിയാമിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഷാർജയിലെ ഡീബ്രോസ് എക്സിബിഷൻ കമ്പനിയിലാണ്. ഇനി നമുക്ക് ഡീബ്രോസ് എക്സിബിഷൻ കമ്പനിയിലെ ജനറൽ മാനേജർ സജു ജോർജിനെ പരിചയപ്പെടാം. ഹായ് സർ. സാർ ഇപ്പോൾ ഈ കമ്പനിയിൽ ഇപ്പോൾ എത്ര വർഷമായി? ഞാൻ 2018 മുതൽ ഈ കമ്പനിയിൽ പാർട്ട് ഓഫ് ഉണ്ട്. കമ്പനി വാസ് സ്റ്റാർട്ടഡ് ഓൺ 2017 ആൻഡ് ഫ്രം ദർ നിങ്ങളെല്ലാം വാസ് എ ജോയിന്റ് ടീമായിട്ട് വി ആർ സ്ട്രക്ചർഡ് ആസ് എ ഇനീഷ്യൽ പീരീഡ്സ് ഉണ്ടായിരുന്നു. നൗ വി 2021 we had a factory own. Okay. Then also നമ്മളൊരു സബ് കോൺട്രാക്ടിംഗ് ഫേം ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ we have our own factory facility with a capacity of 100+ employees, with 40+ carpenters, painters, electricians, പിന്നെ other technicians വേറെ additionals ഉണ്ട്. പിന്നെ not only that, ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ളത് we have a good skills team, we have a good project team. ഇത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് പ്രൊജക്ട് ടീമാണ്. സോ വി ഹാവ് 100+ people ആണ്. Okay. For India we produce in Bangalore, and from Bangalore we used to transport it in UAE, and not only in UAE, we pitch Saudi, we build stand in Qatar, we build all over GCC countries. Okay. So adinte main facility we manufacture in UAE, and we transport it with our team itself. We will go there, install it. Okay. Major ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ we give complete services to the international clients. Okay. So international clients എന്ന് പറയുമ്പോൾ people come from European countries. So European countries നിന്ന് ഇവിടേക്ക് ഒരു GCCയിലേക്ക് ഒരു പാർട്ടിസിപ്പേഷൻ വരുമ്പോൾ they doesn't know നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവും. നോട്ട് ടു പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ അത് ആ പോർഷനിലെല്ലാം വി ഗീവ് കംപ്ലീറ്റ് സപ്പോർട്ട് ആസ് എ പാർട്ട്ണർ. അവർക്ക് എന്തൊക്കെ വേണം, അവർക്കൊരു ബ്രൗഷേഴ്സ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഗിവ് അവേസ് വേണം, ആ പോർഷൻസ് മുഴുവനും നമ്മുടെ ഹെഡ് ഏക്സ് എല്ലാം നമ്മൾ എടുക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവരുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എൻഡ് ആവുന്നവർക്ക് നമ്മൾ അവരുടെ ടീമിന്റെ ഒപ്പം നമ്മൾ സപ്പോർട്ടീവായിട്ട് നിൽക്കും. അതാണ് നമുക്ക് ഇപ്പം റിപ്പീറ്റഡ് ക്ലയൻസും നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് വി ആർ റിപ്പീറ്റിംഗ്ലി ഗെറ്റിംഗ് ദി സെയിം ക്ലയൻസ്. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉള്ള ഇതല്ലേ ഫീൽഡ് അല്ലേ? യു ആർ യുണീക് ഫ്രം അതേഴ്സ്. ലൈക്ക് നിങ്ങൾ എന്താണ് കസ്റ്റമേഴ്സിനെ പിച്ച് ചെയ്യുക, ഹൗ ടു ഹാൻഡിൽ ദ കസ്റ്റമേഴ്സ്? 1000+ കമ്പനീസ് ഇവിടെ ഉണ്ട് മാർക്കറ്റിൽ. ബട്ട് ഇവിടുത്തെ എക്സിബിഷൻ കമ്പനീസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഇറ്റ്സ് എ വൺ മാൻ ആർമിയാണ്. അവരെല്ലാവരും ഒരാൾ അതിന്റെ പിന്നാലെ എല്ലാവരും വേണ്ടി ഓടും. ഇവിടെ നമ്മളൊരു സ്ട്രക്ചേർഡ് ഇതാണ്. 100+ ടീം എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ് ഫ്രോം സ്റ്റാർട്ടിംഗ് ഫ്രോം പർച്ചേസ്, സ്റ്റാർട്ടിംഗ് ഫ്രോം പ്രോജക്ട് മാനേജ്മെന്റ്. പ്രോജക്ട് മാനേജ്മെന്റിൽ തന്നെ നമ്മൾ ഓരോ ഡിവിഷൻസിനും ഓരോ ഡിപ്പാർട്ട്മെന്റാണ്. നമ്മള് AV എന്ന് പറയുന്നത് ഒരു ടീമായിട്ട് ഹാൻഡിൽ ചെയ്യും. ഫർണിച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടീമാണ്. പ്രോജക്ട് മാനേജ്മെന്റിൽ തന്നെ
നമ്മൾ കുറെ ഡിവിഷൻസ് ഉണ്ട്. Okay. ഇതിൽ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു മെയിൻ പോർഷൻ ഉണ്ട്. അതും നമുക്കൊരു ടീം, സെപ്പറേറ്റ് ടീമാണ്. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫെസിലിറ്റി ഫീച്ചേഴ്സും വെച്ചിട്ട് വി ഹാവ് എ സം സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ഫോർ ഈച്ച്. അതാണ് നമ്മുടെ ഒരു ഇത്. അപ്പൊ നമ്മളിപ്പോ ക്ലയന്റ് എന്തെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടീം ടു സപ്പോർട്ട്. അതാണ് നമ്മുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ നമ്മൾ ക്ലയൻസിന് വേണ്ടിയിട്ട് എല്ലാം എവറി ടൈം അവൈലബിൾ ആണ്. 24/7 we are available. Faster productivity എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്. സോ ആ പ്രോസസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ we will go through all the machineries. Sure. We can walk through our factory. Okay. ഈ CNC മെഷീന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്യാവുന്നതാണ്. അപ്പാർട്ട് ഫ്രം കട്ടിങ് ഇതിൽ നമുക്ക് എൻഗ്രേവ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പണ്ടത്തെ ശില്പങ്ങൾ ഡോറിനൊക്കെ ചെത്തിയിരുന്ന പോലെ അതിപ്പോൾ നമ്മളിവിടെ ഈ മെഷീൻ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതൊരു ലേറ്റസ്റ്റ് മെഷീൻ ടെക്നോളജിയാണ്. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇന്റീരിയേഴ്സിലാണ് ഉപയോഗിക്കാറ് കൂടുതലും. ബട്ട് നമ്മൾ വി ആർ യൂസിങ് ഇന്റീരിയേഴ്സ് നമ്മൾ ചെയ്യുന്ന കാരണം നമ്മളിപ്പോൾ ഈ മെഷീൻസിന്റെ ലേറ്റസ്റ്റ് മോഡലായിട്ട് തന്നെ നമ്മൾ എടുത്തു. ലേസർ മെഷീനാണ്. ഇവിടെ നമ്മളിവിടെ ലെറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് അക്രലിക് ലെറ്റേഴ്സ്. അപ്പോൾ അതിനാവശ്യമുള്ള കട്ടിങ്സ് എല്ലാം ചെയ്യാം. പ്ലസ് നമുക്ക് ഇതിൽ വേണമെങ്കിൽ പ്ലേറ്റ്സ് വരയ്ക്കും. അതായത് SSന്റെ ചെറിയ ചെറിയ തിൻ പ്ലേറ്റ്സ് വരയ്ക്കും നമുക്കിതിൽ കട്ട് ചെയ്യുന്ന എടുക്കുകയാണ്. ഈ ലേസറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുറസിയിൽ എക്സാക്ട് അക്യുറസിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലെറ്റർ മേക്കിങ്ങും, ഇപ്പോൾ നമ്മൾ സൈനേജിലൊക്കെ കാണുന്ന എല്ലാ ലെറ്റർ മേക്കിങ്ങും നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു പെയിന്റ് ബൂത്താണ്. ഇത് നമുക്ക് അബ്സോർബ് ടെക്നോളജിയാണ്. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് സക്ഷൻ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് സക്ഷൻ ചെയ്തിട്ട് ഇതിനെ ഡ്രൈ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഒരു ഡസ്റ്റ് പോലും ഉള്ളിൽ പോകില്ല. ഇത് വൺസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നോ ഡസ്റ്റാണ്. അപ്പോൾ ഫുൾ നോൺ ഡസ്റ്റ് പ്രൂഫിൽ നമുക്ക് പെയിന്റ് അടിച്ച് ഇതിൽ മുഴുവനും കയറ്റി ഇതാക്കാം. അവിടെ നിന്ന് പെയിൻറ്റിങ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഡ്രൈയിങ് റൂമാണ്. ഇത് കംപ്ലീറ്റ്ലി കോൾഡ് കണ്ടീഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് മുഴുവനും സ്പ്രേ പെയിൻറ്റ് ചെയ്ത സാധനങ്ങൾ മുഴുവനും ഇവിടെ വന്ന് ഡ്രൈ റൂമിൽ 2 ദിവസം പ്ലസ് ഡ്രൈ ആയതിനു ശേഷമാണ് നെക്സ്റ്റ് പാക്കിങ്ങിലേക്കും ഇതിലേക്കും പോവുള്ളൂ. ഇത് നമ്മുടെ 3 മീറ്ററാണ് വിത്ത്. ഇതിൻ്റെ ഇക്കോ സോൾവെൻറ്റ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രിൻറ്റിംഗ് ആണ്. ഇതിൽ നമ്മൾ എക്സിബിഷൻസിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രിൻറ്റിങ്ങും സൈസ് സ്റ്റാർട്ടിങ് ഫ്രം മാക്സിമം 3 മീറ്റർ, ബാക്കി എല്ലാ ഇതും സൈസുകളും നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ്. അടുത്തറിയാമിന്റെ മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് ധന്യ. ഓണത്തിന്റെ മൂലം ദിനവിശേഷങ്ങളും പരിപാടികളും സന്തോഷങ്ങളും എല്ലാം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത ദിവസം വേറെ കുറെ വിശേഷങ്ങളുമായി ഞാൻ സുകന്യ ജയറാം വരുന്നതാണ്. അത്തം 10 പൊന്നോണം 2025. ദിസ് പ്രോഗ്രാം ഈസ് ബ്രോട്ട് യു ബൈ ഡീബ്രോസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ്, ദുബായ്, UAE. Happy Land presents, powered by Vibis Collections, Sharjah, UAE. Co-powered by St. Mary's Group of Institutions. Co-presents Nila Catchers.